2017 കേരള ജനവിനിയോഗ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ്. ശ്രീ വി എസ് അച്യുതാനന്ദൻ വളരെ ദീർഘമായ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കോൺഗ്രസ് BJP ബന്ധം ആരോപിച്ച് അദ്ദേഹം സംതൃപ്തി അടഞ്ഞു. പക്ഷേ സാർ, ഞാൻ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ എല്ലാ പ്രസംഗങ്ങളും കേട്ടിട്ടുള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് സാർ അദ്ദേഹം അഴിമതിയെക്കുറിച്ച് ഇന്നൊന്നും പറയാതിരുന്നത്. മറ്റേത് അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ഉടനെ UDF-നെതിരായിട്ടും മറ്റും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും, ഇന്നലെ പോലും അദ്ദേഹം വിഴിഞ്ഞത്തിനെ കുറിച്ച് പറഞ്ഞു. അത് മാത്രമാണ്, വിഴിഞ്ഞത്തിനെ കുറിച്ച് മാത്രമേ ഇന്നലെ പറഞ്ഞുള്ളൂ സബ്മിഷനിലൂടെ. ഇന്ന് അഴിമതിയെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല. കാരണം വളരെ ദീർഘമായി അദ്ദേഹം നിയമ പോരാട്ടം നടത്തി അദ്ദേഹം ജയിലിലാക്കിയ ശ്രീ R. ബാലകൃഷ്ണപിള്ളയ്ക്കും അദ്ദേഹത്തിനും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ക്യാബിനറ്റ് റാങ്കുള്ള പദവി ഈ രണ്ടുപേർക്കും മാത്രമാണ്. അപ്പോൾ ജയിലിൽ കയറ്റിയ VS അച്യുതാനന്ദനും ജയിലിലേക്ക് പോയ R. ബാലകൃഷ്ണപിള്ളയ്ക്കും ഒരേ സ്റ്റാറ്റസിലെത്തി എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. സാർ, അതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെ ഏറ്റവും അധികം ഈ സഭയിൽ ഉറങ്ങിയൊരു ദിവസമാണ് സാർ 2014 മാർച്ച് മാസം 12 മാർച്ച് മാസം 13 നിയമസഭയിൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അത് തടയാൻ വേണ്ടി അദ്ദേഹം തന്നെ ഈ പ്രായമുള്ള സമയത്ത് പ്രായം പോലും വകവയ്ക്കാതെ ഈ നിയമസഭയ്ക്കകത്ത് അദ്ദേഹം കിടന്നുറങ്ങിയൊരു ദിവസമായിരുന്നു. മാർച്ച് മാസം 13 ഈ സഭയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ ചോദിച്ചു, ബഡ്ജറ്റ് അവതരിപ്പിച്ചോ? KM മാണി എന്തോ വിളിച്ചു പറയുന്നു, കുറെ ആളുകൾ തുള്ളിച്ചാടുന്നു എന്ന് പറഞ്ഞ അതേ VS-ന്റെ പാർട്ടിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അതേ KM മാണിയുമായി ചേർന്ന് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു പുതിയ ബന്ധത്തിന്റെ തുടക്കമാണ് സാർ. ഏതായാലും അതെന്തോ ആവട്ടെ. അപ്പോ ഇവിടെ സൂചിപ്പിച്ചത് UDF-ന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം കുറ്റക്കാരും, അവർ LDF തൊട്ടാൽ അവരൊക്കെ ശുദ്ധന്മാരുമാകുന്ന ഒരു രീതി വളരെ ദൗർഭാഗ്യകരമാണ് സാർ. പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരികയല്ലേ സാർ? അദ്ദേഹം കോൺഗ്രസും BJP-കാരൊക്കെ അല്ല, കോൺഗ്രസ്സുകാരൊക്കെ BJP ആവുന്നു സാർ. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഡൽഹി സന്ദർശന വേളയിൽ ഡൽഹി കേരള ഹൗസിൽ ചെന്ന് നമ്മുടെ അരവിന്ദ് കേജ്രിവാളിനെ വിളിച്ച് ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും ഒക്കെ കൊടുത്തു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഡൽഹിയിൽ വിജയിച്ച BJP കൗൺസിലർമാരെ വിളിച്ച് ഇതേ വസ്തുക്കൾ തന്നെ കൊടുത്തുവെന്നാണ് മാധ്യമങ്ങളിൽ കൂടെ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് BJP വിരുദ്ധനായ മുഖ്യമന്ത്രിയെ സൽക്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ BJP-കാരെ സൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സാർ, എന്തിനാ സാർ എവിടെയും കർണാടകത്തിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ പോകുന്നത്? ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇവിടുത്തെ മേയർ ഇടതുപക്ഷമാണല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ മാർക്സിസ്റ്റ് ഉൾപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 44 സീറ്റാണ് സാർ ഉള്ളത്. 100 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന് 44 സീറ്റ്, BJP-ക്ക് 35, UDF-ന് 21. സ്വാഭാവികമായിട്ട് 35ഉം 21ഉം ചേർന്നാൽ 56 അല്ലേ സാർ? ഈ 56-നേക്കാൾ വലുതല്ലല്ലോ 44. എന്തുകൊണ്ടാണ് സാർ ഈ 44 പേരിൽ 1.5 വർഷക്കാലം ഈ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഒരു സന്ദർഭത്തിൽ പോലും 21 അംഗങ്ങളുള്ള UDF 35 അംഗങ്ങളുമായിട്ടുള്ള BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടില്ല സാർ. ഞങ്ങൾക്ക് പലപ്പോഴും ബഡ്ജറ്റിലൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ BJP-യുമായി ചേർന്ന് ഒരു ഭരണത്തിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിലപാട് ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തത്. സാർ, അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ സാർ, വേറെ എവിടെയും വേണ്ട, തൊട്ടടുത്ത് കിടക്കുന്ന നേമം ബ്ലോക്കിൽ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ BJP-യോടൊപ്പം ചേർന്നാണ് സാർ മാർക്സിസ്റ്റ് പാർട്ടി ആളുകൾ. ഇവിടെ ശ്രീ IV സതീശന്റെ നിയോജകമണ്ഡലത്തിൽ വിളവൂർക്കൽ പഞ്ചായത്തിൽ UDF-ഉം മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് BJP-കാരനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ താഴെ ഇറക്കി. വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്നു.
ആ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരനെ മാർക്സിസ്റ്റ് പാർട്ടി BJPയുടെ കൂടെ ചേർന്ന് താഴെ ഇറക്കി. ഇപ്പോ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും BJPയാണ്. കാരണം BJPയും UDF ആയിട്ട് മത്സരിച്ചു, രണ്ടുപേർക്ക് ഈക്വലായി. നറുക്കെടുപ്പിൽ BJPക്ക് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കിട്ടി. പിന്നെ എന്തിനാ സാർ പഞ്ചാബിലേക്കും കർണാടകത്തിലേക്കും പോകും? ഇവിടെ മൂക്കിനതാണ് ഈ നിയമസഭാ മന്ദിരം നിലനിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളോട് ഇടതുപക്ഷ ഭരണം നിലനിർത്താൻ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ തന്നെ ഞങ്ങളെ താഴെ ഇറക്കുന്ന സമീപനം. ഇതാണോ സാർ BJP കോൺഗ്രസ് ബന്ധം എന്ന് പറയുന്നത്? ബംഗാളിൽ ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും വരെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രഖ്യാപന നയം തന്നെയാണ്. വർഗീയ കക്ഷികളെ താഴെ ഇറക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ സഹകരിപ്പിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള സമരത്തിൽ കോൺഗ്രസിന് മറ്റാരും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല സാർ. ഞാനത് മാത്രമേ പറയുള്ളൂ. പിന്നെ ഭരണത്തിനെ കുറിച്ചാണ് സാർ. ഈ ഭരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വർഷമായി സാർ. ഈ ഒരു വർഷത്തെ ഭരണത്തിലും ഇപ്പോഴും UDFനെ വിമർശിക്കുക എന്നല്ലാതെ എന്താണ് സാർ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ? ചില ഇടതുപക്ഷ മെമ്പർമാർ ഇപ്പോഴും പറയുന്നുണ്ട് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ 4 വർഷം ഞങ്ങൾക്കുള്ളൂ. അവസാനത്തെ 1 വർഷം ഇടതുപക്ഷമാണ്. ഇപ്പോഴും പഴയ പല്ലവിയാ. കഴിഞ്ഞ വർഷത്തെ അതേ പല്ലവി തന്നെയാണ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് സാർ. അപ്പോ ഇവിടത്തെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ സാർ ഇവിടെ വികസനത്തിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു സാർ. ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥിതി എന്താ സാർ? ഇവിടെ ഒരു DGPയെ മാറ്റി, അധികാരത്തിൽ വന്ന് 5-ാം ദിവസം പരസ്യമായി മുഖ്യമന്ത്രി എന്നെ ന്യായീകരിച്ചു. കേസായി 11 മാസക്കാലം കേസ് നടത്തിയിട്ട് ആ കേസിൽ തോറ്റു തിന്നമ്പാടി. ആ കേസിൽ തോറ്റു തിന്നമ്പാടി അവസാനം പിഴ എടുക്കേണ്ടി വന്നു. അത് പിഴയല്ല, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സുപ്രീം കോടതി ആവശ്യപ്പെട്ട് സംഭാവന നൽകിയതാണെന്ന്. സാർ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പിഴയിട്ടിട്ടില്ല, ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുമില്ല. അത് ഇവിടെ പ്രസംഗിക്കുമ്പോഴാണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി സുപ്രീം കോർട്ടിന്റെ മുമ്പിൽ പോയി പറഞ്ഞത്, സമസ്താപരാധം ക്ഷമിക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് മാപ്പ് നൽകണം. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് എന്ത് സംഭവിക്കായിരുന്നു സാർ? അതുപോലെ തന്നെ ഇവിടെ സെൻകുമാറിനെ വെച്ചു. ഇപ്പോഴെന്താ സാർ നടക്കുന്നത്? ദിവസേന പത്രത്തിൽ വരുന്ന വാർത്ത എന്താ സാർ? സെൻകുമാറിന് ഒരു ക്ലർക്കിനെ പോലും മാറ്റാനുള്ള അവകാശമില്ല. സാധാരണ സാർ ഏത് ഗവൺമെന്റ് വന്നാലും സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ ഉള്ള ട്രാൻസ്ഫറൊക്കെയാണ് ഗവൺമെന്റ് ഇടപെട്ട് നടത്താറുള്ളത്. അതിന് താഴെ SIമാരുടെ കാര്യത്തിലാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്യൂണിന്റെ കാര്യമാണെങ്കിലും ക്ലർക്കിന്റെ കാര്യമാണെങ്കിലും ഒന്നും ഗവൺമെന്റ് ഇടപെടാറില്ല. പക്ഷെ ഇത് DGP എന്ത് ചെയ്യും? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ DGPയുടെ കസാലയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതിനെ എല്ലാം എതിർക്കുക. അതിന്റെ പരിണതഫലം പോലീസിലും ചക്കളത്തി പോരാട്ടം തുടങ്ങി. സാർ, മാസങ്ങൾക്ക് മുമ്പ് ഇവർ കുറ്റപ്പെടുത്തിയ ഒരു അഡീഷണൽ DGPയിലൂടെ ടോമിൻ തച്ചങ്കരിയാണ് ഇന്ന് പോലീസിൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജോലി എന്ത് DGP ചെയ്താൽ എതിർക്കുക. അവസാനം പത്രത്തിൽ കണ്ട വാർത്ത, DGPയും അഡീഷണൽ DGPയും തമ്മിൽ തല്ലിന്റെ വക്ക് വരെ എത്തി, മറ്റു ഉദ്യോഗസ്ഥന്മാർ വന്ന് പിടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞു. ഇത്രയും നാണം കെട്ടൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സാർ? മറ്റൊരു അഡീഷണൽ DGP, നമ്മുടെ പഴയ തത്ത, അദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയെന്ന് പറയും. സാർ, റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല. ഏതൊക്കെ അത് സർവീസ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ, ഒരുപാട് റിട്ടയർഡ് ചീഫ് സെക്രട്ടറിമാരുൾപ്പെടെ റിട്ടയർഡ് DGPമാരുൾപ്പെടെ ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ഓരോ മുഖ്യമന്ത്രിമാരുടെ കൂടെ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സർവീസുള്ള ഒരാൾ, ഇപ്പോഴും IPS ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ, ചിലരൊക്കെ മാന്യന്മാര്, ചിലരൊക്കെ മോശക്കാര്, സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന് പറഞ്ഞ് പുസ്തകം എഴുതുമ്പോൾ അതിനൊരു സർവീസ് ചട്ടങ്ങളൊക്കെ ബാധകമല്ലേ സാർ? എന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിനെ ക്ഷണിക്കുക. ഏതായാലും ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ്.
എന്ത് വിളിച്ചു പറയാമോ സാർ ഒരു ഉദ്യോഗസ്ഥന്? എന്തിനദ്ദേഹം പറയുന്നു, മന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങൾ പോലും അഴിമതി ആരോപണം ഉന്നയിക്കാതിരുന്ന സി ദിവാകരനെ കുറിച്ച് പോലും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആർക്കും എന്തും പറയാന്നാണോ സാർ? അങ്ങനെ വന്നാൽ ഒരു ഉദ്യോഗസ്ഥനെ കെയർ വിട്ടാൽ ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് രക്ഷയില്ല. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ രണ്ടായില്ലേ സാർ? ഇന്നിപ്പോ പത്രത്തിൽ കണ്ടു, തിരുവനന്തപുരത്തെ മുൻ ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകരന് ഇനി സർവീസ് മതിയായി, ഞാൻ നിർത്തിപ്പോവാണ്, ഒന്നും ചെയ്യാത്തവർക്ക് മാർക്കറ്റുള്ളൊരു സ്ഥലത്ത് ഞാനും അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിനു കൂടെ സ്വീകാരനായിരുന്ന ബിജു പ്രഭാകർ പോലും ഇന്ന് സർവീസ് വിടാൻ പോവാണ് സാർ. പിന്നെ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാർ, ഈ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭാഗത്ത് ആ ഭാഗത്ത് ഇരിക്കുന്നവരൊക്കെ ഒരുപാട് സഹകാരികളുള്ള സംസ്ഥാനമല്ലേ സാർ കേരളം? സഹകരണ പ്രസ്ഥാനത്തിനെ തൊടാൻ കേന്ദ്ര സർക്കാർ വന്നപ്പോ നമ്മളെല്ലാം മറന്ന് ഒരുമിച്ച് പോരാടിയതല്ലേ സാർ? ആ സഹകരണ പ്രസ്ഥാനത്തിനെ തകർക്കല്ലേ സാർ? സാർ, ഒരു സർവീസിലെ സഹകരണ നിയമത്തിലെ നിയമം മാറ്റിക്കോ, അത് ഞങ്ങൾക്കൊന്നും പരാതിയില്ല. കാരണം നമ്മളൊക്കെ അധികാരത്തിൽ വരുമ്പോൾ നിയമങ്ങളിൽ ചില ഭേദഗതി വരുത്താറുണ്ട്. അതനുസരിച്ച് LDF ഭരിക്കുമ്പോൾ LDF സഹകരണ ബാങ്കുകൾ ഭരിക്കാറുണ്ട്, UDF ഭരിക്കുമ്പോൾ UDF മറ്റേ ബാങ്കുകൾ ഭരിക്കാറുണ്ട്. സാർ, ഇന്ന് സംവിധാനം ഇല്ലാണ്ടാവുമല്ലേ? ഇനി ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടോ സാർ നമ്മുടെ സംസ്ഥാനത്ത്? സാർ, നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേക്ക് അറിയാം, ഞാൻ അങ്ങനെ നീട്ടി സംസാരിക്കാത്ത സാർ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം സാർ. സാർ, അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം നമ്മൾ അഭിമാനിച്ചിരുന്ന സഹകരണ പ്രസ്ഥാനം ഇല്ലാണ്ടാവുമല്ലേ? ഇനി കേരള ബാങ്ക് വരുമ്പോ അങ്ങനെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്ക് അറിയാലോ, സഹകരണ ബാങ്ക് ആയിരുന്ന സമയത്ത് തന്നെ ഇൻകം ടാക്സുകാർ വന്ന് എപ്പോഴും റീഡ് ചെയ്യായിരുന്നില്ലേ? പക്ഷേ ഹമീദ് ജില്ലാ പ്രസിഡന്റ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വരെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ചെന്ന് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇനി കേരള ബാങ്ക് ആകുമ്പോൾ അവർ പറയും ഇത് സഹകരണമൊന്നുമല്ല, ഇത് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞ് കേരള ബാങ്കിനെയും തകർക്കാൻ ഇൻകം ടാക്സ് ശ്രമിക്കും. അതിന് മോഡിയുടെ പിന്തുണയുണ്ടാവും. ഇത് വെറുതെ വടികൊടുത്ത് അടി വാങ്ങില്ലേ സാർ? മാത്രമല്ല, ഇനിയിപ്പോ ഭരണമാറ്റം ഉണ്ടായാൽ ഈ സ്ട്രക്ചറിന് പെട്ടെന്ന് പുറത്തു കിടക്കാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ, ഈ കിഫ്ബിയെ രക്ഷിക്കാൻ വേണ്ടി, കിഫ്ബി ഒരു കൈവിട്ട കളിയാണ്. എന്നാലും ഞങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോ ധനകാര്യമന്ത്രിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇനി ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുന്നില്ല, മറ്റേ നേട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ശരി, സമ്മതിച്ചു. പക്ഷേ ആ കൈവിട്ട കളിക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒരു സഹകരണ പ്രസ്ഥാനത്തിനെ തകർക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ഒരു ആവേശത്തിൽ കൊടുത്തതിന് ശേഷം ക്ഷേമ പെൻഷൻ ഇല്ലാന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുടെ കാശ് പോലും കിട്ടുന്നില്ല സാർ. പല പൊതുവെ KSRTCയിൽ ഒരു മാസം പെൻഷൻ മുടങ്ങിയപ്പോൾ എന്തൊരു വേളായിരുന്നു സാർ? 3 മാസമാണ് സാർ പെൻഷൻ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ ഇനിയും പറയാൻ കുറെ ഉണ്ട്, അതുകൊണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല. ബാക്കിയൊക്കെ ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇവിടെ പറയും എന്നുള്ളതുകൊണ്ട് സാർ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ സാർ. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഭരണത്തിനെ കുറിച്ച് ഒരു സ്വയം മനസാക്ഷിയോടുകൂടെ മാർക്ക് ഇടുകയാണെങ്കിൽ സാർ 100-ൽ 20% കൂടുതൽ വോട്ട് മാർക്കിടാൻ കഴിയില്ല സാർ. സമ്പൂർണ്ണ പരാജയപ്പെട്ട ഒരു സർക്കാർ, പരിപൂർണമായി പരാജയപ്പെട്ട ഒരു സർക്കാരിന്റെ ധനവിനിയോഗ ബില്ലിനെ ശക്തമായിട്ട് എതിർക്കുക.